മലപ്പുറത്ത് പ്രവാസി വ്യവസായ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ. വ്യവസായ ഷമീറിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ജംഷീർ കുടിഞ്ഞി വിവരങ്ങളുമായി ചേരുന്നു. ജംഷീർ, എന്നാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? എന്താണ് ഇതിന്റെ കാരണം? അജിംസ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8 മണിയോട് കൂടിയാണ് പാണ്ടിക്കാട് നിന്ന് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത്, ഷമീറിന്റെ വീടിന്റെ ഏതാണ്ട് അടുത്ത് നിന്ന് തന്നെ ഇന്നോവയിലെത്തിയ സംഘം ഷമീറിനെ, പ്രവാസി വ്യവസായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നീട് ഇത് ആരായിരുന്നു ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്നാൽ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ, വിശദമായ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷം ഷമീറിനെ ഇതിനകത്തേക്ക് കയറ്റുന്നതും ഷമീർ ഉച്ചത്തിൽ കരയുന്നതും ഉൾപ്പെടെയുള്ളവ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ്, പാണ്ടിക്കാട് പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തുകയും പിന്നീട് വാഹന ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ഇന്നോവയുടെയും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിനൊപ്പം എത്തിയ മറ്റൊരു സ്വിഫ്റ്റ് കാറിന്റെയും ഉടമയായ രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതേസമയം ഈ സംഘവുമായി ഇവർക്ക് നേരിട്ട് ബന്ധമില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ ഈ സംഘം ആരാണ് എന്ന് സംബന്ധിച്ച് ഇവർക്ക് അറിയാം എന്നുള്ളൊരു വിവരവും പോലീസ് നൽകുന്നുണ്ട്. അതേസമയം ഈ ഷമീറിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ സംഭവത്തിന് പിന്നിൽ ചാവക്കാട് എന്നുള്ള ഒരു പ്രത്യേക സംഘമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. സാമ്പത്തിക ഇടപാട് തന്നെയാകാം തട്ടിക്കൊണ്ടുപോകലിന് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല, ഈ ഷമീറിന്റെ ബിസിനസ് പങ്കാളിയെയും അതോടൊപ്പം തന്നെ ഭാര്യയെയും ഒരു സംഘം വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി പോലീസ് പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കോളുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഷമീറിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രണ്ടുപേർ ഇപ്പോൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഉടമകളായ രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അജിംസ്. ശരി ജംഷീർ.